എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈദ് സ്പെഷ്യൽ നല്ല കിട്ടിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ചിക്കനൊക്കെ പൊരിച്ചിട്ടുള്ളൊരു ദം ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചിട്ടുള്ള ഈ ഒരു ദം ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. 3/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഇതൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ്. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൂറ്റിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ചിക്കനിൽ ആ ഒരു മസാലയൊക്കെ പുരട്ടി കൊടുത്തതിന് ശേഷം കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഇഞ്ചി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 8ഓളം പച്ചമുളകാണ്. പച്ചമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുപാടങ്ങ് അരിഞ്ഞു പോകണ്ട, ഈ ഒരു പരുവത്തിന് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ സവാള കട്ട് ചെയ്തിട്ടെടുത്താണ്. 1.5 കിലോ ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 6 മീഡിയം വലിപ്പമുള്ള സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതല്ല, ഒരു മീഡിയം വലിപ്പമുള്ള ഒരു 6 സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സവാളയിൽ പകുതി നമ്മൾ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കേണ്ടതാണ്. പകുതി നമുക്ക് വഴറ്റിയെടുക്കേണ്ടതാണ്. പിന്നെ വേണ്ടത് ഒരു 3 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ വണ്ണിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഏറെ തന്നെ ഇതുപോലെ ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു 6 സവാള കട്ട് ചെയ്തതിൽ പകുതി സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. സാധാരണ നമ്മൾ ബിരിയാണിക്ക് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് ആ ഒരു രീതിക്ക് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. ഇതുപോലെ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഒരു 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് ഇതങ്ങ് കോരിയെടുക്കാനാണ്. ഒരുപാട് സവാളങ്ങ് കരിഞ്ഞങ്ങ് പോകരുത്. ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സവാള എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ഓയിലേക്ക് തന്നെ നമ്മൾ 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ചിക്കനും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണേ. അപ്പോൾ നല്ലപോലെ തന്നെ ചിക്കൻ വേകുന്ന രീതിയിൽ തന്നെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ ചിക്കൻ ഒന്നും ഒരുപാട് സമയമൊന്നും വേവിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായിട്ട് വേകുന്ന രീതിയിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ നല്ലപോലെ തന്നെ വെന്തെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുള്ളൂ. ചിക്കൻ എല്ലാം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി പകുതി സവാളയില്ലേ ആ ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള ഒന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്ത് സവാള ഇതുപോലെ ഏകദേശം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്നതിന് വരെ ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച ചുവ നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു 3 മീഡിയം വലിപ്പമുള്ള തക്കാളിയാണിത്. തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മളൊന്ന് വഴറ്റിയിട്ടെടുക്കണം. തക്കാളി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും തക്കാളി ഇത് കണ്ടില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് അവിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ തക്കാളി ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഒരു സവാളയിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കണേ. ലാസ്റ്റ് നമുക്ക് ഒരു ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചെടുത്തൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഒരു സവാള ഫ്രൈ ചെയ്തത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു 1-2 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം.
ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2.25 ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുകയാണ്. ഹോം മെയ്ഡ് ബിരിയാണി മസാലയോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബിരിയാണി മസാലയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. ഒരു 2 നുള്ളു മാത്രം പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു പൊടികളുടെ പച്ചച്ചുവയൊന്ന് മാറി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ ഒരു പച്ചച്ചുവയൊന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് പുളിയുള്ള തൈരല്ല, അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. നമ്മൾ സവാള വഴറ്റിയ ഒരു സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫുള്ളൊന്ന് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അളവിൽ മല്ലിയില ഇതുപോലെ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 1/4 കപ്പ് അളവിൽ പുതിനയില തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു മസാലയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് തീയൊന്ന് കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5-6 മിനിറ്റോളം നമുക്ക് ഇതിലൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റോളം ഞാൻ ഇതിൽ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചോറൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് 4 കപ്പ് അളവിൽ ഞാൻ ഇതുപോലെ ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ബിരിയാണി ഞാൻ നമ്മുടെ ജീരകശാല കൈമ റൈസിലാണ് വെക്കുന്നത്. ജീരകശാല അരിയാണെങ്കിൽ ഈ ഒരു ബിരിയാണിയുടെ ചോറിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ബസ്മതി റൈസ് മതിയെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാനാണ്. ഈ ഒരു അരിയെ കുറച്ച് തവണ നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു അരി ഒരു 20-25 മിനിറ്റോളം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരുപാട് സമയം വേണ്ട, മാക്സിമം ഒരു 25 മിനിറ്റോളം അരി ഇതുപോലെ കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇനി നമ്മൾ അരിയെ ഏത് പാത്രത്തിലാണ് വേവിച്ചിട്ടെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നെയ്യും എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഉണക്കമുന്തിരിയാണിത്. ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റിയേക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതൊരു 2 ബേ ലീവ്സ് ആണ്. അതുപോലെ തന്നെ ഒരു തക്കോലം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ 3-4 കഷ്ണം കറുവപ്പട്ടയും ഇതൊരു 5 ഗ്രാമ്പു ആണ്. 6 ഏലക്കായും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണ ഇളക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മാത്രം കുറച്ച് മാത്രം സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു സവാളയും ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരി വറ്റിച്ചിട്ടാണ് കേട്ടോ ഇതിൽ ചോറ് നമ്മൾ വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കറക്റ്റ് അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 4 കപ്പ് അളവിൽ അരിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിന് കറക്റ്റ് 6 കപ്പ് അളവിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി അളന്നിട്ടെടുത്ത കപ്പിൽ തന്നെ വേണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 കപ്പ് അളവിൽ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ അരി വെന്ത് വരുന്ന ഒരു സമയത്ത് കറക്റ്റ് ഒരു ഉപ്പ് ഒരു അരിയിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു അരി ഒട്ടും തന്നെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു വെള്ളം നല്ല പോലെ തന്നെ ചൂടായിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് വരണം. നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന ഒരു സമയത്താണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടില്ലേ, വെള്ളം നല്ല പോലെ തന്നെ ഇവിടെ വെട്ടി തിളച്ച് കിടക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ ഒരു 25 മിനിറ്റോളം കുതിരാൻ വെച്ചിരുന്ന അരിയെ അതിന്റെ വെള്ളമെല്ലാം ഊറ്റി വേറൊരു അരിപ്പയിലേക്ക് കളഞ്ഞതിന് ശേഷം ഈ ഒരു അരി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ 1 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കണേ. കാരണം നന്നായിട്ടൊന്ന് തിളച്ച് കയറി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് കയറി വരുന്ന സമയത്ത് ഇനി നമുക്ക് മൂടിയൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അരി ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഏകദേശം ഒരു 10-12 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അരി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അത്രയും സമയം നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കരുത്. ഇടയ്ക്ക് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചിട്ടെടുക്കാം.
ഒരു 1-2 തവണ ഇതുപോലെ നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഏകദേശം ഒരു 10-12 മിനിറ്റിനുള്ളിൽ തന്നെ അരി എനിക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാതെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 95% തന്നെ ഞാൻ അരിയൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ കുറച്ച് സമയം ദമ്മിൽ വെക്കുന്നതാണ്. ആ ഒരു സമയത്ത് ഇരുന്ന് നന്നായിട്ട് അങ്ങ് വെന്തോളും. ഇതുപോലെ നമ്മൾ ചോറ് വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കാതെ വേറൊരു പാത്രത്തിലേക്കൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതങ്ങ് കട്ടയങ്ങ് പിടിക്കത്തില്ല. ഇനി ഈ ഒരു ചോറിൻ്റെ ആ ഒരു ചൂട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വേണം നമ്മളിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ദം ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബിരിയാണി മസാലയില്ലേ, ആ ഒരു മസാലയിൽ പകുതി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പകുതി ചോറും കൂടി ഇട്ട് കൊടുക്കാം. ആ ഒരു ചൂട് ചോറ് തന്നെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറും ഇതുപോലെ പകുതി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തതിൽ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഉള്ളിയില്ലേ, ആ ഒരു ഫ്രൈ ചെയ്ത ഉള്ളി ഇതിലേക്ക് കുറച്ചൊന്ന് വെതറിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മാത്രം മല്ലിയിലയും കുറച്ച് മാത്രം പുതിനയിലയും കൂടെ ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കണേ. ഒരു 1-1.5 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഞാനൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയാണ്, അതും കൂടി ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ളു മാത്രം ഇതുപോലെ ബിരിയാണി മസാലയും കൂടി നമുക്കൊന്ന് വെതറിയിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി വെതറിയിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് മാത്രം പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിലും താഴെ കുറച്ച് മാത്രം റോസ് വാട്ടറും കൂടി നമുക്ക് ഇതിലൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് മഞ്ഞൾപ്പൊടി കൂടി പോകരുത്, കുത്തലുണ്ടാവും. കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇതുപോലെ മിക്സ് ചെയ്ത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ചുറ്റിച്ച്. ഒരു ലെയർ ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഒരു ചിക്കൻ്റെ ഒരു മസാല ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ചിക്കൻ്റെ മസാല വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചോറും കൂടെ മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ഒരു ചേരുവകളൊക്കെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുത്താൽ മാത്രം മതി. സൈഡിലേക്ക് ഒരു മൈദ ഒട്ടിച്ചു കൊടുത്ത് ആ ഒരു രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ദം ചെയ്തെടുക്കാനാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ അടുപ്പത്ത് നമ്മൾ പഴയ ഒരു പാന് ഇതുപോലെ ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ആ ഒരു പാനിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തിട്ട് എടുക്കാം. നല്ല പോലെ തന്നെ ഇതിലേക്ക് ആവി കയറി വരണം കേട്ടോ, എങ്കിൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 15 to 20 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ദം ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒക്കെ ചേർത്ത് കൊടുത്തല്ലേ, അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി മണമൊക്കെ ആയിട്ട് നന്നായിട്ട് ആവി കയറി നല്ല പോലെ തന്നെ നമുക്കിവിടെ ബിരിയാണി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിന് നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിലുള്ള ഒരു ചോറില്ലേ, ആ ഒരു ചോറ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള മസാല ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോറ് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു ബിരിയാണിയുടെ കൂടെ ഞാൻ തൈരും കൊണ്ടുള്ള സാധാരണ ഒരു സാലഡും അതുപോലെ തന്നെ ബിരിയാണി ചമ്മന്തിയും പപ്പടവും അച്ചാറുമാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ആദ്യമായിട്ടൊക്കെ ബിരിയാണി വെക്കുന്നവർക്ക് പോലും വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.